പോളിസിസ്റ്റിക് ഓവറിയുള്ള സ്ത്രീകളിൽ നോർമലായിട്ട് ഓവുലേഷൻ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് പ്രഗ്നൻസി ആകാനും കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് ചിലർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരാം, ചിലർക്ക് ടാബ്ലറ്റ്സ് എടുത്തിട്ട് ഓവുലേഷൻ വരുത്തേണ്ടി വരാം, മറ്റു ചിലർക്ക് IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ പോലും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പോലും പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. ആദ്യത്തെ മാസങ്ങളിൽ മിസ്കാരേജ് അഥവാ അബോർഷൻ ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വളർച്ചയില്ലാത്ത പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ പ്രഗ്നൻസിയിൽ വരാവുന്ന ഡയബറ്റിസ് പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ പോളിസിസ്റ്റിക് ഓവറിയുള്ള സ്ത്രീകളിൽ മിക്കവർക്കും അമിതവണ്ണം ഉള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ രോഗങ്ങളും പ്രഗ്നൻസിയിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ നോർമൽ ഡെലിവറി ആകാനുള്ള സാധ്യതകളും ചിലപ്പോൾ ഡെലിവറി ഡേറ്റിന് മുൻപ് തന്നെ ഡെലിവറി പെയിൻ വരാനുള്ള സാധ്യതകളും ഇത്തരക്കാരിൽ കൂടുതലായി കാണപ്പെടാറുണ്ട്.